KSTയുടെ ഭാരവാഹി കൂടിയായ അധ്യാപകൻ ഷാഫി നമുക്ക് ചേരുകയാണ്. ശ്രീ ഷാഫി, നിലവിൽ 32 ആലപ്പുഴ ജില്ലയിൽ മാത്രം 32 അധ്യാപകരെ പിരിച്ചുവിട്ടു എന്നാണ്. മുൻകാലങ്ങളിലൊന്നും കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. മുൻപ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അധ്യാപകരെ മുൻ സർക്കാരുകൾ, LDF സർക്കാരുകൾ പുനർന്യസിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാരണവുമില്ലാതെ നാളുകളായി എടുത്ത് അധ്വാനിച്ച് പ്രയത്നിച്ച് പഠിച്ച് PSC ടെസ്റ്റ് എഴുതി ജോലിയിൽ കയറിയ അധ്യാപകരെ ഒരു ദിവസം പിരിച്ചുവിടുകയാണ്. എന്താണ്? ഏതെങ്കിലും നിയമപിന്തുണയുണ്ടോ? എന്താണ് ഇനി അധ്യാപകർ ചെയ്യേണ്ടത്? ഹലോ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ഇപ്പോ ഇതിനിടയിൽ ഒന്ന് കട്ടായി. ഓക്കെ, പറയട്ടെ. പറഞ്ഞോളൂ. സ്കൂൾ അധ്യാപകരുടെ തസ്തിക നിർണയിക്കുന്നത് ജൂലൈ 15-നാണ്. ജൂലൈ 15 ഇന്നാണ്. ജൂൺ മാസത്തിൽ 6ാമത്തെ പ്രവൃത്തി ദിവസമുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ച് തസ്തിക നിർണയിക്കുകയാണ് നിയമപ്രകാരം ചെയ്യുന്നത്. അങ്ങനെ തസ്തിക നിർണയിക്കുമ്പോൾ കുട്ടികൾ അധികം വന്നാൽ അധിക തസ്തികകളും കുറഞ്ഞാൽ കുറയുകയും ചെയ്യുന്നത് കാലങ്ങളായി തുടരുന്നതാണ്. കഴിഞ്ഞ 10 വർഷം ഈ വിദ്യാലയങ്ങളിലേക്ക് 11 ലക്ഷത്തോളം കുട്ടികൾ അധികമായി വന്ന് ഓരോ വർഷവും പുതിയ അധ്യാപകർ നിയമിതരാകുന്നതാണ് നാം കണ്ടത്. അങ്ങനെ ധാരാളം ആളുകൾ PSC വഴി ഗവൺമെന്റ് സ്കൂൾ നിയമിതരായി. എന്നാൽ ഈ വർഷം തന്നെ ഗവൺമെന്റ് മാറി എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാകാം കുറേയേറെ കുട്ടികൾ കുറയുന്ന സ്ഥിതിയുണ്ടായി. അപ്പൊ അധ്യാപകരുടെ തസ്തിക നഷ്ടപ്പെട്ടു. അതാണ് ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായത്. 80 LP സ്കൂൾ അധ്യാപകരുടെ തസ്തിക നഷ്ടപ്പെട്ടു. അതിൽ 48 പേരെയാണ് പുനർവിന്യസിച്ചത്. ബാക്കി 32 പേരെ പിരിച്ചുവിട്ടുകൊണ്ട് DDയുടെ ചുമതല വഹിക്കുന്നയാൾ ഉത്തരവിട്ടിരിക്കുകയാണ്. സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയങ്ങളിലെല്ലാം ഹയർ സെക്കൻഡറിയിൽ തസ്തിക നിർണയം നടത്തിയപ്പോ 142 പേർ അധികമായിരുന്നു ഇംഗ്ലീഷിൽ. ആ സമയത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അവരെ സൂപ്പർ ന്യൂമററി തസ്തികകൾ ഉണ്ടായി സംരക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് റിട്ടയർമെന്റോ പ്രൊമോഷനോ ഒക്കെ വരുന്ന തസ്തികകൾ അവരെ ക്രമീകരിക്കുകയും അവർക്ക് സർവീസിൽ യാതൊരു പ്രശ്നവുമില്ലാതെ, ജീവിതത്തിലും പ്രശ്നമില്ലാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി. എയ്ഡഡ് സ്കൂളുകളിൽ പോസ്റ്റ് പോകുന്ന ആളുകളെ പോലും 2022 വരെയുള്ള സംരക്ഷിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ നൽകിയ ഗവൺമെന്റാണ് കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാൽ ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ തസ്തിക നഷ്ടപ്പെട്ട് പിരിഞ്ഞു പോകുന്ന ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരെ പോലും പിരിച്ചുവിടുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് അധ്യാപകരിൽ ഉയർന്നു വരുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ ഒന്നാകെ ഈ കാര്യത്തിനെതിരായി രംഗത്ത് വരേണ്ടതുണ്ട്. ഈ അധ്യാപകർക്ക് നിലവിൽ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം PSC ആണല്ലോ ഇവരെ നിയമിച്ചത്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടപ്പെട്ടാൽ ട്രിബ്യൂണലിൽ പോകാം. നിയമപരമായി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അധ്യാപകർക്ക്? നിയമപ്രകാരം പോസ്റ്റ് നഷ്ടപ്പെടുന്നവരെ PSCയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നവർ പറയും. അടുത്തതായി ഒരു തസ്തിക വരുമ്പോൾ ഇവരെ നിയമിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ തസ്തികകൾ നഷ്ടപ്പെടുന്ന കാലഘട്ടം വരുമ്പോൾ ഇവരുടെ നിയമനം ഒരിക്കലും നടക്കില്ല എന്നതാണ് സത്യം. അതായത് ഇവർക്ക് സ്ഥിരമായി തന്നെ തങ്ങൾ പരീക്ഷ എഴുതി വിജയിച്ചു വന്ന മെറിറ്റുള്ള ഇവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നിയമപരമായിട്ട് മാത്രമല്ല, സർക്കാരാണ് ഇതിലൊരു നിലപാടെടുക്കേണ്ടത്. ഇത്തരം ആളുകളെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീ ഷാഫി സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.